KTB മിനി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്ന ഇനി വരാനുള്ള ഹർജികളെല്ലാം അതിന് കീഴിൽ പരിഗണിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഒരു ബെഞ്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിഗണിക്കുക എന്നത് കൃത്യമായും വളരെ വേഗത്തിലും ഒക്കെ തീരുമാനങ്ങൾ വരുന്നതിൽ എത്രമാത്രം നിർണായകമാകും? ഒപ്പം അതിലൊരു വനിതാ ജഡ്ജി കൂടി ഉണ്ട് എന്നതിനെ എങ്ങനെ പ്രതീക്ഷയോടെ കാണുന്നു? ഞാൻ രണ്ട് ജഡ്ജിമാരും നല്ല ജഡ്ജിമാരാണ്. ഈ ഡിവിഷൻ ബെഞ്ച് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു വക്കീൽ ജീവിതത്തിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ജഡ്ജിമാരുടെ ഒരു ബെഞ്ചാണ്. കാര്യങ്ങളെ സമഗ്രമായി കാണുന്ന, അതായത് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ലൈംഗിക ആരോപണ കേസുകളിലേക്കാൾ അപ്പുറമുള്ള ഒരുപാട് വിഷയങ്ങൾ യഥാർത്ഥത്തിൽ അതിലുണ്ട്. തീർച്ചയായിട്ടും ജയശങ്കർ നമ്പ്യാർ സാറിന്റെ ആ ബെഞ്ചിന് ആ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്ലാസിന്റെ ആസ്പെക്റ്റിനെ അഡ്രസ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കതിൽ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായും ഇവിടെ ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഏതാണ്ട് 19 ദിവസം പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിലാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷ ഇന്ന് ഈ കോടതിയിൽ ഉണ്ടായിട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് ഈ കേസിനെ ഉറ്റുനോക്കുന്നവർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർ, പരാതി നൽകിയവർ ഒക്കെ ആ രീതിയിൽ ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ നോക്കൂ, കോടതിയിൽ നിന്നാണ് ഇപ്പോഴും ഒരു പ്രതീക്ഷയുടെ നാമ്പ് നമ്മൾ കാണുന്നത്. അതിനപ്പുറം സർക്കാർ എന്തൊക്കെ ചെയ്തു എന്ന ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. കോൺക്ലേവുമായി ബന്ധപ്പെട്ട് നയരൂപീകരണ സമിതി രൂപീകരിക്കുന്നു. ഇന്ന് ആ സമിതിയിൽ നിന്ന് ആരോപണ വിധേയനായ മുകേഷിനെ ഒഴിവാക്കുന്നു എന്ന ഒരു തീരുമാനം വന്നിരിക്കുന്ന നിമിഷം കൂടിയാണ്. അപ്പോൾ പ്രതീക്ഷ കോടതിയിലേക്ക് ചുരുങ്ങുന്നു എന്ന ഒരു സാഹചര്യമുണ്ടോ? അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ നടത്തിയ, മാധ്യമങ്ങൾ ഇടപെട്ട് നടത്തിയ ഒരു സോഷ്യൽ റിഫോമിന് വേണ്ടിയുള്ള, ഒരു ഇൻജസ്റ്റിസിനെതിരായിട്ടുള്ള, ഒരു ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള, അല്ല നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ അനുഭവിക്കുന്ന ഒരു ലീഗലായിട്ടുള്ള സെക്യൂരിറ്റിയുടെ ഒരു പ്രശ്നം, ആ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു തൊഴിലിടം ഉണ്ടാവുക എന്നതായിരുന്നു കേരളം ഇത്ര ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിക്ക് മുൻപ് എന്തുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു തൊഴിലിടം വേണം എന്ന് പറയുമ്പോൾ, സ്ത്രീകളാവുമ്പോൾ സ്ത്രീകളെ ചരക്കായി കാണുന്ന മനോഭാവത്തോടു കൂടിയുള്ള ആളുകൾ ഈ മേഖലയിൽ വർഷങ്ങളായി സ്ത്രീകളെ സെക്ഷൽ ഹരാസ്മെന്റിനും സെക്ഷലായിട്ടുള്ള വിൽപ്പനയ്ക്കും ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിന് എതിരായിട്ടുള്ള ഒരു വികാരവും ഒരു വിചാരവും നമ്മൾക്ക് ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതില് കോടതിയിലല്ല പ്രതീക്ഷ, കോടതിയിൽ മാത്രമല്ല പ്രതീക്ഷ. നമുക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങൾ നടത്തിയ, അല്ലെങ്കിൽ നമ്മളടക്കം ഒരുമിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഈ സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞു. എല്ലാവരും പറഞ്ഞ വിമർശനം കമ്മിറ്റിയല്ല കമ്മീഷനാണ് എന്ന് പറയുന്ന വിഷയം, കമ്മിറ്റിയാണ് എന്നതുകൊണ്ട് തന്നെ ആ കമ്മിറ്റിയിലെ കാര്യങ്ങൾ പുറത്ത് വിടരുത് എന്ന് പറയുന്ന വിഷയം, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കേസിൽ പരാതി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ SITനെ ചുമതലപ്പെടുത്തി നല്ല സ്ത്രീകളടക്കമുള്ള IPS ഓഫീസർമാർ ഉൾക്കൊള്ളുന്ന ഒരു SIT സർക്കാർ രൂപീകരിച്ചു. ഇപ്പോ ഈ നമ്മുടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശന വിധേയനായിട്ടുള്ള മുകേഷിനെ ആ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഒരു പ്രതിഫലനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിനിടയിലാണ്
ഒരു ഹർജി വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവനായിട്ടും അതിന്റെ മേലെ നടപടി ഉണ്ടാവണം. അതുപോലെ തന്നെ സജിമോൻ കൊടുത്തത് പുറത്ത് വിടരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ, സജിമോൻ ഈ നമ്മൾക്ക് കുറച്ചെങ്കിലും തന്ന ആ റിപ്പോർട്ട് പോലും പുറത്തു വിടരുതെന്ന് പറഞ്ഞ് ഹർജി കൊടുത്ത ആളാണ്. പക്ഷെ ഞാൻ ഇതിന് കാണുന്ന വേറെ ഒരു തലമാണ്. സിനിമാ മേഖലയിൽ അടിയന്തരമായി നമുക്ക് ആവശ്യം ഒരു നിയമനിർമ്മാണമാണ്. ആ നിയമനിർമ്മാണത്തിലേക്ക് പോകാൻ അതിനെ സഹായിക്കുന്ന രീതിയിലേക്ക് കോടതിയിലെ കേസിനെ മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് പറയാനുള്ള കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്ത ആളുകൾ, ആ പരാതി കൊടുത്ത ആളുകൾ അതിലെ ഇൻസിഡൻസ്, ആ ഇൻസിഡൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോക്സോ അടക്കമുള്ള കേസുകൾ ഉണ്ട് എങ്കിൽ അത് എന്തായാലും കോടതിയിൽ പരിഗണിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം വിക്ടിമിന് ഒരു പരാതിയുമായി ഒരു വിക്ടിം എന്ന നിലയിൽ സമൂഹത്തിലും പോലീസിലും കയറി ഇറങ്ങി നടക്കാൻ താല്പര്യമില്ലാതിരിക്കുകയും അതേസമയം ഈ ഇൻജസ്റ്റിസ്, ഈ എക്സ്പ്ലോയിറ്റേഷൻ തുറന്നു കാട്ടുക എന്ന് പറയുന്ന ഒരു വിഷയവുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഐഡന്റിറ്റീനെ ഒരു തരത്തിലും പുറത്ത് കൊണ്ടുവരാതെ തന്നെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ഈ കോടതി ശ്രമിക്കുമെന്ന ഉത്തമ വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം ഞാൻ ഒരുപാട് കേസുകൾ ഈ ജഡ്ജിമാരുടെ മുന്നിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ബെഞ്ച് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജഡ്ജിമാർ എന്നിവരിൽ എത്രമാത്രം വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട് എന്നതാണ് അഡ്വക്കേറ്റ് ടി ബി മിനി സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി വിശദീകരിച്ചത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ